ഇതൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കടയിൽ പോകുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. അത് എന്തിനാണ് എല്ലാവരും പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച പണിക്കാരൊന്നുമില്ല. പിന്നെ നമുക്കിത് തുടർന്ന് കൊണ്ടുപോയല്ലേ പറ്റൂ, നമുക്കും ജീവിക്കണമല്ലോ. അങ്ങനെ രാവിലെ അച്ചുമോനും ശ്രീജേട്ടനും വന്ന് കട തുറക്കും. പിന്നെ ഞാൻ വരുമ്പോൾ അച്ചുമോനെ തിരിച്ചു വിടും, അവന് പഠിക്കണ്ടേ. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ദേ അച്ചുമോനെയും പാറുമോളും ഞാൻ ഒരു ഓട്ടോ വിളിച്ച് മുളയത്തെ അമ്പലത്തിലേക്ക് വിടാൻ കേട്ടോ. അവിടെ ഒരു ചുറ്റുവിളക്കുണ്ട്. ഈ വഴി അത്ര എളുപ്പമല്ല കേട്ടോ. ഞാനിതിൽ സ്ഥിരം പോയി എൻ്റെ വണ്ടി കേടായി കേട്ടോ. 10-15,000 രൂപയുടെ എഞ്ചിൻ പണിയാണ് വണ്ടിക്ക് വന്നത്. അങ്ങനെ എന്തായാലും ദാ അവർ ക്ഷേത്രത്തിൽ എത്തിയിട്ടോ. അമ്മ അച്ഛൻ്റെ പേരിൽ നേർന്നതാണ് ഒരു ചുറ്റുവിളക്ക്. ജൂൺ 22-നാണ് അമ്മ നേർന്നിരിക്കണേന്ന് അമ്മ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേ ഞാൻ അച്ചുമോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കടയിൽ ആണെങ്കിൽ അച്ചുമോനും പാറുമോളും കൂടി പോണേന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോയിട്ടോ. എൻ്റെ അച്ഛൻ ഈ ക്ഷേത്രത്തിൽ 28 വർഷം വെളിച്ചപ്പാടായിരുന്നു കേട്ടോ. വെളിച്ചപ്പാടാവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് ത്യാഗം അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അന്ന് തന്നെ എന്താ പറയുക, നമ്മുടെ കുടുംബം മൊത്തം അതിനുള്ള ആചാരങ്ങളും അതുപോലെ ഭക്ഷണ രീതികളും നോമ്പുകളും എല്ലാം പാലിച്ചുകൊണ്ട് പോരണമായിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷെ ദേവിയുടെ കാര്യത്തിൽ എൻ്റെ അച്ഛൻ ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ. കുടുംബത്തിന്റെ കാര്യത്തിൽ അത് എത്ര തന്നെ കുറവായാലും ഈ ഒരു കാര്യത്തിൽ എൻ്റെ അച്ഛൻ ഒരു മുടക്കം വരുത്തില്ല. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഇരിക്കണം കണ്ടോ. അമ്മ ഒരുപാട് സന്തോഷത്തോടെ പറയാണ് അച്ഛൻ്റെ ഫോട്ടോ അവിടെ ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമാണ് തോന്നിയത്. ആ ഒരു മൂലയിൽ നിന്ന് അത് എടുത്തു തരികയാണ്. അതിൽ നിറയെ എണ്ണയും മെഴുക്കൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. എത്രയാണെങ്കിലും ഞാനൊരു മകളല്ലേ. കാരണം ഇതിൻ്റെ പുറകിലുള്ള ആ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം. കാരണം എനിക്ക് ഒരു വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ വെളിച്ചപ്പാടായത്. അപ്പോൾ ജീവിതകാലം മൊത്തം അവിടെ ഉണ്ടായിരുന്ന ഒരു കാലം മൊത്തം ഇതിൻ്റെ എഫേർട്ടുകളൊക്കെ കണ്ടു വളർന്നതാണ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ എൻ്റെ അച്ഛൻ ഈ ക്ഷേത്രത്തിൽ ശമ്പളം പോലും ഉണ്ടായിരുന്നില്ല. അവസാനമാണ് ദേവിയുടെ പേരിൽ ഒരു ശമ്പളം നമുക്ക് അച്ഛനെ ലഭിച്ചത് പോലും. അതിൽ നമുക്കൊരു പരാതിയില്ല. പക്ഷെ എന്താ പറയുക, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്കതൊരു വേദനയായിട്ട് തോന്നി. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചുറ്റുവിളക്കൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ചുമോനും പാറുമോനും തിരിച്ച് ഓട്ടോയിൽ തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ദേ കടയിലാണ്. അപ്പോൾ എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. പോയാലും എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ക്ഷേത്രം കാണുമ്പോൾ. എന്നാലും എൻ്റെ അച്ഛന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ.